ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ഓണം വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. ഓണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1 വീക്കായി. ഇപ്പം വ്ളോഗ് കുറച്ച് ലേറ്റാണ്, കാരണം വേറെ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം. അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ഇടുകയാണ്. നമ്മുടെ ഓണം വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ്. നമ്മുടെ രാവിലെ എണീച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇച്ചൂട്ടിൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ റുട്ടീനൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, പല ഡേയ്സിൽ പല റുട്ടീനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ആസ് യൂഷ്വൽ മെല്ലെ ഡോർ തുറന്ന് പുറത്തിറങ്ങി ഒരു സാരി കെട്ടി വെച്ചിട്ടുണ്ട്. ആരും പേടിക്കണ്ട, അത് നമ്മുടെ ഒരു ട്രിക്കാണ്. കണ്ട വൈൽഡ് ആനിമൽസ് ലൈക്ക് പട്ടി പൂച്ച എന്ന് കയറി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, നല്ല മെത്തഡാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 8 മണി കുറച്ച് നേരം പുറത്ത് പോകും, മീൻസ് മുറ്റത്തേക്ക് പോകും. മുറ്റത്ത് കൂടെ കുറച്ച് ഓടി നടന്ന് കളിച്ച്, മഴ പെയ്യൊന്നുമില്ലെങ്കിൽ ഓടി നടന്ന് കളിച്ച് ഒന്ന് റിഫ്രഷായി ഒന്ന് വാമപ്പ് ആയതിനു ശേഷം മാത്രമാണ് പുള്ളിക്കാരകത്തേക്ക് കയറുള്ളൂ. പിന്നെയാണ് നമ്മൾ ഡെയിലി ബ്രഷിങ്ങും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. ഇന്നും അതേപോലെ തന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊലാലിരുന്നിട്ട് മീൻസ് സിറ്റ് ഔട്ടിലിരുന്നിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. ബ്രഷ് ചെയ്യാൻ മീൻസ് ആകെ 7 പല്ലേ ഉള്ളൂ, അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ബ്രഷ് ചെയ്യാറുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, പുള്ളിക്കാരൻ നല്ലോണം വെച്ചൊക്കെ തരും. നാവൊക്കെ ക്ലീൻ ചെയ്യാനും പല്ല് ക്ലീൻ ചെയ്യാനൊക്കെ വെച്ച് തരും. പിന്നെ കുറച്ച് മഴപ്പാട്ടൊക്കെ പാടി അതൊക്കെ കേട്ടിരുന്ന് ഞങ്ങൾ മെല്ലെ റൂമിലേക്ക് പോയി. ഇച്ചൂസിന് സോങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ TV കേൾക്കുന്ന കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ഞാനിങ്ങനെ പാടി കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കും, റിയാക്ഷൻ ഇല്ലാണ്ട്. ഇപ്പോൾ ഈ റിയാക്ഷൻ അടിക്കുന്നത് അവൾ അച്ഛൻ എടുക്കാൻ വേണ്ടിയാണ്. ക്യാമറാമാൻ അവൾ അച്ഛനാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതിനാണ് പടി ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വേറൊരു സാധനം കഴിക്കാനുണ്ട്. കുഞ്ഞുങ്ങൾക്ക് 6 month ആയ നമ്മൾ ചോറൂണ് കഴിക്കല്ലോ, അതിന് ശേഷം ഡെയിലി അവൾ കഴിക്കുന്നതാണ്. ആദ്യം അതൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പപ്പായിട്ട് ചെറുതായിട്ട് മടിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, കഷ്ടിച്ച് കഴിക്കും. തലേന്ന് രാത്രി കുതിർത്തി വെച്ച 2 അണ്ടിപ്പരിപ്പ് 2 ബദാം, ഇതാണ് അവളുടെ ബ്രേക്ക്ഫാസ്റ്റ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കഴിക്കും. ചിലപ്പോൾ തന്നെ വാരി കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ വാരി കൊടുക്കണം. അപ്പോൾ അവൾ അച്ഛനത് ഇടിച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു സാധനത്തിലിട്ടിട്ട്. നെക്സ്റ്റാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ദോശയും സാമ്പാറും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോട് മീൻസ് ഈ ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പൊതുവേ ഈ ദോശ ഇഡ്ഡലിയൊന്നും കഴിക്കില്ല. മീൻസ് ഒരു കഷ്ണം കഴിച്ചാലേ, അല്ലെങ്കിൽ ഫുള്ള് തുപ്പിക്കളയും. അവൾക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പുഴുങ്ങിയ മുട്ട, നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഡെയിലി ഒന്ന് ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ചെറുപഴം, കദളിപ്പഴം കഴിക്കും. വേറെ പഴങ്ങളൊന്നും പറ്റില്ല കേട്ടോ, കദളിപ്പഴം മുള്ളി അല്ലെങ്കിൽ നേന്ത്രപ്പഴം പുഴുങ്ങിയത്, ഇങ്ങനെ കുറച്ച് മെനുകളുണ്ട്. അദ്ദേഹം ആ ഫുഡ് ഐറ്റംസ് മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ സ്വീറ്റ്സും ബേക്കറീസും എന്ത് കിട്ടിയാലും കഴിക്കും, പക്ഷേ ലിമിറ്റഡ് ആണ്, അത് കൊടുക്കാറില്ല. അങ്ങനെ ചൂടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുളിച്ചൊരുങ്ങി അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി വന്നു. ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തിലാണ് പോയത്. പക്ഷേ ആ വീഡിയോസ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, കാരണം എടുത്ത വീഡിയോസൊക്കെ HD വീഡിയോസ് ആയിപ്പോയി. നമ്മൾ വ്ളോഗിൽ അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. സോ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നു. ഓണത്തിന് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മൾ എത്തുന്നതിന് മുന്നേ അവരെത്തി പുറത്തിരിക്കേണ്ടി വന്നു. നമ്മൾ വീടിൻ്റെ ചാവിയും കൊണ്ടാണ് പോയത്, അവർ പുറത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് ഇവരകത്ത് കയറിയത്. ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്ക് തന്നെ 11:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇനി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ മിക്കവാറും രാത്രിയായിരിക്കും ഫുഡ് കഴിക്കുക. അതുകൊണ്ട് ഞങ്ങൾ അതിനുള്ള പരിപാടി തുടങ്ങി. ഞാനിവിടെ പച്ചക്കറി അരിയുന്നു, 2 അമ്മമാരും പല പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ഓണം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലായിരുന്നു, സോ അവിടെ സദ്യ ആയിരുന്നുകൊണ്ട് നമ്മൾ ഇന്ന് റിപ്പീറ്റ് അടിച്ചില്ല. ഇന്ന് നമ്മൾ നോൺ വെജ് കുടിച്ചു. ഗീ റൈസും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ പായസവും. ഇച്ചുമണിയുടെ 2ാമത്തെ ഓണാണ് ഇത്. കഴിഞ്ഞ ഓണത്തിന് ഏകദേശം അവൾക്ക് 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ. സോ അവൾക്ക് ഇരിക്കാനായില്ല, കഴിക്കാനായില്ല, ഒന്നിനും ആയില്ല. അവളുടെ ഓർമ്മയിലെ ആദ്യത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഇതാണ്. കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ പൂക്കളെ ഇട്ടിട്ടില്ല. അതിൻ്റെ സാങ്കേതിക ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ. കുഞ്ഞുമക്കളുടെ വീട്ടിൽ പൂക്കളിടാൻ സമ്മതിക്കില്ല, ഒന്നാമത്തെ കാര്യം അതാണ്. സോ ഞങ്ങൾ കുറച്ച് പൂ വാങ്ങി അറിയാതെ തന്നെ ഒരു ഷോ ഓഫിന് വേണ്ടി അവളെ കാണിക്കാൻ വേണ്ടി ഒരു പൂക്കളം, തട്ടിക്കൂട്ട് പൂക്കളൊക്കെ ഇട്ടു. ഇട്ട പൂക്കളത്തിനടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ 2 അമ്മമാരും കൂടെ വന്നു. ഫോട്ടോ അല്ലായിരുന്നു, ആക്ച്വലി വീഡിയോ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ചമ്പലാണ് ഇപ്പോൾ കണ്ടത്. അല്ലെങ്കിലും ഈ പൂക്കളത്തിന് ഏകദേശം ഒരു 15 മിനിറ്റ് മാത്രമേ ലൈഫ് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഡെഡായി. മർഡർ ആയിരുന്നു. വാരി എറിയുന്നു, കടിച്ച് പറിക്കുന്നു, പൂക്കൾ ചവിട്ടി പെരക്കുന്നു, ഇത്തരം കലാപരിപാടികളാണ് പിന്നെ അവിടെ അരങ്ങേറിയത്. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഓരോ പൂവെടുത്ത് മണത്ത് വെക്കുന്നു, കടിച്ചു വെക്കുന്നു, ചെക്ക് ചെയ്യുന്നു, വലിച്ചെറിയുന്നു. ഇതായിരുന്നു അവിടെ നടന്നത്. പിന്നെ ബാക്കിയുള്ള പൂക്കളൊക്കെ വെച്ച് നമ്മൾ ചെറിയ വീഡിയോസ് റീൽസൊക്കെ ചെയ്തു. അങ്ങനെ പൂക്കളം സക്സസ്ഫുള്ളി നശിപ്പിച്ച ശേഷം ഇച്ചൂട്ടി 2 അമ്മമാരെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയതാണ്. ഒരമ്മ പായസം വെക്കുന്നുണ്ട്, ഒരമ്മ അണ്ടിപ്പരിപ്പ് മുന്തിരി വറക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ ഫൈനൽ പായസം റെഡിയായി. ഫുൾ ഫുഡും ഉച്ചയ്ക്ക് ഒരു 2:30 ആകുമ്പോഴത്തേക്ക് റെഡിയായി. അങ്ങനെ നമ്മുടെ ഗസ്റ്റായ ഈ റെഡ് ടീഷർട്ട് ഇട്ട മനുഷ്യൻ ഒരു നീണ്ട 2 മണിക്കൂറത്തെ ഉറക്കത്തിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛന് മാച്ചായിട്ട് ഇച്ചുമണിയും അതേ കോസ്റ്റ്യൂം തന്നെയാണ്. അത് ഇന്ന് അച്ഛൻ വന്ന സമയത്ത് വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ്. ആ ബ്രൗൺ കളർ നല്ല രസമുണ്ട്, ഉടുപ്പാണ്. അതിട്ടിട്ടാണ് അവൾ ഫുഡ് കഴിക്കുന്നത്. നോർമലി ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. ആ സമയത്ത് അതുപോലെ വികൃതി പിടിച്ചൊരു ഐറ്റം വേറല്ല, പക്ഷേ മാമൻ്റെ മടിയിലിരിക്കുമ്പോൾ എന്ത് ഡീസൻ്റാന്ന് നോക്കിയേ. ഒരലമ്പും ഇല്ലാണ്ട് പപ്പടം കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാവത്തിനെ പോലെ. ആ പപ്പടം കടിച്ചുകൊണ്ടിരിക്കുക, ഫുഡൊന്നും കഴിക്കുന്നില്ല. എന്നാലും ആ മര്യാദ പോലെ വേറെ എന്ത് വേണം, എന്നും ഇങ്ങനെ ആയിരുന്നെങ്കിലും എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറേ നേരത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു പോവാണ്.
അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവർ ഓണത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും പോകണം. അപ്പോൾ അധികം ലേറ്റ് ആകുന്നതിന് മുന്നേ അവർ തിരിച്ചു പോവാണ്. കയറി വരുമ്പോൾ വലിയ മൈൻഡൊന്നും ഇല്ലെങ്കിലും തിരിച്ചു പോകുമ്പോൾ ഇച്ചൂട്ടി കുറച്ച് വിഷമാട്ടോ. വിഷമത്തോടു കൂടെ ആണെങ്കിലും അവൾ കുറേ ടാറ്റയും ഫ്ലൈങ് കിസ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് അച്ഛനും അമ്മയും മെല്ലെ വിട്ടു. കൂടെ അവരെ തെരഞ്ഞ് ഇച്ചൂട്ടി പുറകെ തന്നെ ഗേറ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓണം കഴിഞ്ഞ് അവരും പോയി, ഓണത്തപ്പനും പോയി. നെക്സ്റ്റ് നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.